വെബ്സൈറ്റിലെ ഒരു ഫോം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പലപ്പോഴും പേഷ്യൻസ് ഉണ്ടാവാറില്ല. നേരെ മറിച്ച് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് മാത്രം മതിയാവുള്ളൂ. ഇതുകൊണ്ടാണ് വാട്സപ്പിൽ ഇൻ്റഗ്രേഷൻ വെബ്സൈറ്റിൽ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പല വെബ്സൈറ്റിലും എൻക്വയറി ഫോം ഉണ്ടാവും. പക്ഷേ യൂസർ ഇത് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം എന്ന് ആലോചിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഗതിയെ ആൾ മറന്നുപോയിട്ട് വെബ്സൈറ്റിൽ നിന്ന് തന്നെ എക്സിറ്റ് അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു എൻക്വയറി ഫോം വെക്കുന്നതിന് പല ഇൻറ്റൻഷൻ ഉണ്ടല്ലോ. പല പ്ലേസിലായിരിക്കും നമ്മൾ എൻക്വയറി ഫോം വെക്കുക. ഒരു യൂസർ സ്റ്റോറി വന്ന് യൂസർ ആക്ച്വലി റെഡി ആണെന്നുള്ളൊരു പ്ലേസിലൊക്കെയാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. കോൺടാക്ട് ഫോം അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻക്വയറി ഫോമൊക്കെ. സോ ആ പ്ലേസ് എത്തിയിട്ട് ആൾ പിന്നെ ചെയ്യാമെന്ന് ഒരു രീതിയിൽ പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ വേറെ പേജിലൊക്കെ പോകുമ്പോൾ ഒബ്വിയസ്ലി ആൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു ലീഡിനെ കറക്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ യൂസേഴ്സിന് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് കിട്ടണം. ഏതൊരു സംഭവമായാലും കമ്മ്യൂണിക്കേഷൻ ആയാലും വളരെ ക്വിക്കായിട്ടാണ് അതിൻ്റെ റെസ്പോൺസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ ആയാലും ഡിജിറ്റൽ പ്രസൻസ് ഉള്ള ഏത് വെബ്സൈറ്റുകളായാലും ഒക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള സംഭവമാണ്. സോ അങ്ങനത്തെ സംഭവം നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്ന് നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ 2 സംഗതികൾ നിർബന്ധമായിട്ട് നമ്മളെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ വാട്സപ്പും കോളും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ബട്ടണായിട്ട് എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കാം. നമ്മളെ വെബ്സൈറ്റിൻ്റെ താഴെ റൈറ്റ് കോർണറിലായിരിക്കും ഇത് വരാം. ഇപ്പം ഗോ ടു ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലോട്ട് വെബ്സൈറ്റിനെ കൊണ്ടെത്തിക്കുന്ന ഒരു ബട്ടണാണ്. പിന്നെ അതേപോലെ തന്നെ ചില വെബ്സൈറ്റിലൊക്കെ ക്യാപ്ച യൂസ് ചെയ്യാറുണ്ട്, ഗൂഗിൾ ക്യാപ്ച സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ഐക്കണും കഴിഞ്ഞിട്ട് ഉള്ള ഒരു പ്ലേസിലാണ് നമ്മൾ വാട്സപ്പിനെ പ്ലേസ് ചെയ്യേണ്ടത്. എപ്പോഴും അവിടെ ഫിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ബട്ടൺ. അതിൻ്റെ മേലെ നമുക്ക് ഫിക്സ് ആക്കിയിട്ട് ഒരു കോൾ ഐക്കണും കൂടി വെക്കാം. ഈ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കോൾ പോവുകയും ചെയ്യണം, വാട്സപ്പിലോട്ട് ഡയറക്റ്റ് മെസ്സേജ് പോകുന്ന രീതിയിൽ അവരെ റീഡയറക്റ്റ് ചെയ്യും വേണം. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില CTAs ഉണ്ടാവുമല്ലോ, കോൾ ടു ആക്ഷൻ പ്ലേസസുകൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു യൂസർ സ്റ്റോറി വായിച്ചു വന്നു, യൂസർ നമ്മളെ സർവീസിലോ നമ്മുടെ പ്രോഡക്ട്സിൽ നമ്മുടെ ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങൾക്കൊക്കെ ഗോ ത്രൂ ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ വരുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ബാനർ, ആർ യു ലുക്കിംഗ് ഫോർ അവർ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ നമുക്ക് കണക്ട് അസ് ഓൺ വാട്സപ്പോ അല്ലെങ്കിൽ കോൺടാക്ട് നൗ ഓൺ വാട്സപ്പ്, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ വാട്സപ്പ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എൻക്വയറീസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബെറ്റർ ആയിട്ട് നമുക്ക് റെസ്പോൺസ് ക്വിക്കായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ 2 കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ നന്നായിട്ട് കൺവേർഷൻ ഉണ്ടാവും. ഓൾറെഡി വെബ്സൈറ്റുള്ള ആളുകൾക്ക് ചെറിയ രീതിയിലുള്ളൊരു സംഗതിയാണ് ഈ ചേഞ്ച്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. നമ്മളൊരു വെബ്സൈറ്റിൽ നമുക്ക് വരുന്ന ലീഡ്സുകൾ നമുക്ക് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.